നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് ഇന്ന് നാം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ്. നമ്മളെല്ലാവരും സോളാർ വെക്കുന്നുണ്ട്. അതായത് KSEB ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും സോളാർ വെക്കുന്നുണ്ട്. പക്ഷേ ഇതിലേറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഏകദേശം 40-50 വീടുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഇന്ന് സ്ഥാപിക്കാൻ പറ്റുന്നത് വെറും 10 പേർക്കൊക്കെ വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 10-12 പേര്. ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും പുറത്ത് നിൽക്കുകയാണ്, അവർക്ക് വെക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു സാധ്യതകളെ കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മുടെ കൂടെ ഉള്ളത് രതീഷ് രാജാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. രണ്ടാമതായിട്ടുള്ളത് സിറാജ് മരക്കാറാണ്, അദ്ദേഹം ഫേമസ് സോളാറിൻ്റെ പ്രൊപ്പറേറ്ററാണ്. പിന്നെയുള്ള കൺസ്യൂമർ ആയിട്ടുള്ള മുഹമ്മദ് റാഫി നമ്മളെ കൂടെയുണ്ട്. അപ്പം എല്ലാ തലത്തിലുള്ള ആളുകളുടെയും അഭിപ്രായങ്ങളും എന്തൊക്കെയാണ് ഇതിനുള്ള പരിഹാരവും അതാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സിറാജ്, നമുക്ക് ഇതെങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുക? ഇതെങ്ങനെയാണ് നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ ഈ പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടി? എന്താണ് അതിനൊരു? കേരളത്തിൽ ഏകദേശം 1,40,00,000 KSEBയുടെ കൺസ്യൂമേഴ്സ് ഉണ്ട്. അതിൽ ഏകദേശം 2 ലക്ഷം ആളുകളാണ് സോളാർ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 4 അല്ലെങ്കിൽ ഒരു 5 വർഷമായിട്ടുള്ളൂ ജനങ്ങൾ സോളാറിലേക്ക് വരുന്നത്. വളരെ സ്ലോവിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം KSEB ആണ്. ജനങ്ങൾക്ക് ഇപ്പോൾ ചൈന ആയാലും മറ്റുള്ള രാജ്യങ്ങളായാലും ചൈന ആയാലും ദുബായ് ആയാലും എല്ലാവരും ലോകത്ത് സോളാറിലേക്ക് അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഈ ആളുകൾ സോളാറിലേക്ക് വരുന്നതിന് തടയിടാൻ KSEBയുടെ ഭാഗത്തു നിന്ന് പല കുതന്ത്രങ്ങളാണ് വരുന്നത്. അതായത് നല്ല രീതിയിൽ ആളുകളേക്ക് കുറച്ച് വേഗത കുറഞ്ഞിട്ടായാലും ആളുകൾ സോളാർ വെക്കുമ്പോൾ അവർക്ക് എങ്ങനെയൊക്കെ ലാഭകരമാകുമ്പോഴാണ് ജനങ്ങൾ ഇതിലേക്ക് വരുള്ളൂ. പക്ഷെ അതെങ്ങനെ നഷ്ടത്തിലാക്കാന്നുള്ള ചിന്തയാണ് KSEB ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ. പുതിയ വിജ്ഞാപനം ഇറങ്ങാൻ കിടക്കുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ വലിയ രീതിയിൽ സോളാർ വെച്ച ആളുകൾക്ക് തന്നെ ആശങ്കയുണ്ട്, ഞങ്ങൾക്ക് നഷ്ടത്തിലാവോ എന്നൊക്കെ. അതൊക്കെ KSEBയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും ഇത് പ്രോത്സാഹനം എന്ന രീതിയിൽ ഒരിക്കലും നല്ല അഭിപ്രായങ്ങൾ വരുന്നേ ഇല്ല. വളരെ എങ്ങനെയൊക്കെ ഇതിനെ നശിപ്പിക്കാമെന്നുള്ള ഒരു ഇതാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഒരുപാട് പേര് സോളാർ വെക്കാൻ നമ്മൾ ജനങ്ങളായിട്ട് ഏറ്റവും ഒരു സോളാർ സ്ഥാപനം എന്ന രീതിയിൽ ജനങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷേ KSEBയുടെ ഈ പുതിയ വിജ്ഞാപനങ്ങൾ ജനങ്ങളെ നമുക്ക് തന്നെ മനസ്സിലാവും അത് നഷ്ടത്തിലേക്കാകുന്നു. ഒരു പദ്ധതിനെ എങ്ങനെയൊക്കെ തുരങ്കം വെക്കാമെന്നാണ് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള KSEB ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പല മേഖലകളിലും സോളാർ ആളുകൾ ഇപ്പോൾ ഒരു ചെറിയൊരു പ്രദേശത്ത് കുറച്ച് വീട്ടുകാർ സോളാർ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ട്രാൻസ്ഫോമറിൻ്റെ പരിധി കഴിഞ്ഞിട്ടുണ്ടാവും. അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ 1 വർഷത്തോളമായിട്ട് നടക്കാത്ത കുറേ പ്രദേശങ്ങളുണ്ട്. ആളുകൾ സോളാറിലേക്ക് വെക്കാൻ തയ്യാറാണ്. ആകെ ഇപ്പോൾ ഒരു 100 കിലോവാട്ടിൻ്റെ 100 കിലോവാട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഉള്ളുവെങ്കിൽ ഏകദേശം ഒരു 10 വീട്ടുകാർ 5 കിലോവാട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫില്ലാവും. അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ 1 വർഷമായിട്ടും ആളുകൾ ഇങ്ങനെ നടക്കുകയാണ് KSEBയിൽ. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങളായാലും KSEBയോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു തരത്തിലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് റിപ്ലൈ ഉണ്ടാവില്ല. രാജേട്ടാ, ഈ വിഷയത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഈ സിറാജ് പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് യോജിച്ച് തന്നെയാണ് അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. പൊതു സമൂഹത്തിന് നന്മ ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്കൊരു ഉയർച്ച ഉണ്ടാവാനാണ് എല്ലാ സർക്കാരുകളും വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നതും അത്തരത്തിൽ തന്നെയാണ്. ഞങ്ങൾ പൊതുസമൂഹത്തിൻ്റെ അവരെ നില മെച്ചപ്പെടുത്തും എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യമാണ് വെള്ളം വഴി. അതിലത്തെ വെളിച്ചം KSEB എന്നൊരു വകുപ്പ് മുഖേനയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളെ തീർത്തും നമ്മുടെ തോളത്ത് വലിയ നികുതി ഭാരം വെച്ചുകൊണ്ടാണ് KSEB മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അത്തരത്തിലൊരു വലിയ നികുതിയുടെ ഭാരം കുറയ്ക്കാനാണ് സോളാർ എന്നൊരു പദ്ധതി തന്നെ സർക്കാർ കൊണ്ടുവന്നത്. ഈ സോളാർ എന്ന പദ്ധതി കൊണ്ടുവന്നിട്ട് ഇത്ര കാലമായിട്ടും ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിരുന്നു. ഓരോ വാർഡ് സഭയിലും ഇത് ചർച്ച ചെയ്ത് നിങ്ങൾ ഈ സോളാർ വെക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് എത്ര കാലം മുമ്പേ തൊട്ട് നമുക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാമായിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മുടെ സർക്കാരോ നമ്മുടെ KSEB ഉദ്യോഗസ്ഥരോ ഒന്നും നമ്മളോട് ഇന്നവരെ പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല. ഞാൻ തന്നെ അറിഞ്ഞത് ഒരു കൊല്ലം മുന്നാണ്. അപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ KSEB പോലും തയ്യാറല്ല. KSEB എന്നും ജനങ്ങളുടെ ഷോൾഡറിൽ എപ്പോഴും ഒരു ഭാരം കയറ്റി വയ്ക്കുക. അതിനൊരു റെഗുലേറ്ററി കമ്മീഷനെ വെച്ചുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. എന്നാൽ ഒരു റെഗുലേറ്ററി കമ്മീഷൻ കാര്യങ്ങൾ ജനങ്ങളോട് ചോദിച്ചറിഞ്ഞ് വേണ്ടേ നിങ്ങൾക്ക് ഇത്രയും പണം കൂട്ടട്ടെ, അല്ലെങ്കിൽ നികുതി കൂട്ടിട്ട്, സെസ് കൂട്ടിട്ട്. ഇവിടെ ഒരു രൂപ കുറയ്ക്കാനൊന്നും ഒരു റെഗുലേറ്ററി കമ്മീഷൻ ഇവിടെ വന്നിട്ടില്ല. ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭാരങ്ങൾ കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ സുഗമമായിട്ട് വൈദ്യുതി നൽകുന്നതിനൊന്നും ഇവിടെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. സുഖകരമായൊരു പദ്ധതിയാണ് സോളാർ പദ്ധതി. ഈ സോളാർ പദ്ധതി ഒരു പഞ്ചായത്തിൽ എത്ര ട്രാൻസ്ഫോമർ ഉണ്ടോ അതിൻ്റെ ശേഷിക്കനുസരിച്ച് ആകെ 10-20 വീടുകൾക്ക് കിട്ടുമെന്നല്ലാതെ ബാക്കി ഫിക്സഡ് ചാർജ് അടയ്ക്കുന്ന ഒരു കൺസ്യൂമേഴ്സിനും അതിൻ്റെ ലാഭം കിട്ടുന്നില്ല. അവർക്കിപ്പോൾ ഒരു കയ്യിൽ പണം ഉണ്ടായിട്ട് സോളാർ വെക്കണമെന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് അവിടെ സോളാർ വെക്കാൻ സാധിക്കില്ല. ബിക്കോസ് ആ ട്രാൻസ്ഫോമറിന് ശേഷിയില്ല. ട്രാൻസ്ഫോമറിൻ്റെ ശേഷി കൂട്ടാൻ സർക്കാർ തയ്യാറാണോ? അല്ല. അതിന് ഏതെങ്കിലും തരത്തിൽ KSEB സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ ഇവിടെ 90% ശേഷി ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഉടനടി അതിൻ്റെ ഇത് കൂട്ടണം, ശേഷി കൂട്ടണം എന്ന് പറഞ്ഞിട്ട് KSEB എന്നൊരു കത്ത് സർക്കാരിന് പോവില്ല. അതെന്തുകൊണ്ടാണ് പോകുന്നത്? അവർക്ക് അതിന് താല്പര്യമൊന്നുമില്ല. ജനങ്ങൾക്കാണ് താല്പര്യം വേണ്ടത്. ജനങ്ങളാണ് ഇത് ചോദ്യം ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ സർക്കാരുള്ളത്. ജനങ്ങൾക്ക് ഏറ്റവും വില കുറവിൽ കാര്യങ്ങൾ കൊടുക്കാനാണ് സർക്കാർ നിലകൊള്ളുന്നത്. എന്നാൽ നമ്മൾ ഓരോ കൊല്ലം റെഗുലേറ്ററി കമ്മീഷൻ വരുന്നത് നമ്മുടെ മേൽ കൂടുതൽ പൈസ കൂട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മളൊരു സർക്കാരിനെ തിരഞ്ഞെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? മാറി മാറി വരുന്ന പല സർക്കാരുകളും നികുതി കൂട്ടുകയല്ലാതെ കുറച്ചിട്ടുള്ള ഏതെങ്കിലും ചരിത്രമുണ്ടോ നമുക്ക്? ഇല്ല. പ്രത്യേകിച്ച് വൈദ്യുതിയുടെ കാര്യത്തിൽ. വൈദ്യുതി ഇപ്പോൾ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്ന ഒരു പദ്ധതി വന്നിട്ട് അത് വൈഡായിട്ട് പ്രചരിപ്പിച്ച് അത് വയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരാണ്. ഇവിടെ ഇപ്പോൾ കയ്പമംഗലം പഞ്ചായത്തിലുള്ള ഒരു KSEB പോയി ഞങ്ങൾ ഇതിനെ കണ്ടപ്പോൾ അവർ പറയണ 100% കഴിഞ്ഞു ട്രാൻസ്ഫോമറിൻ്റെ. ഇനി എന്ത് ചെയ്യും? അത് എനിക്കറിയില്ല. അവർക്ക് ഉത്തരമില്ല. അവരല്ലോ നമ്മളോട് ഉത്തരം പറയണ്ട. അത് ഇത്ര ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അതിൻ്റെ ശേഷി കൂട്ടും, അവിടെ ബാക്കിയുള്ള വീടുകൾക്ക് അത് സോളാർ വയ്ക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കുമെന്ന് പറയാൻ ഒട്ടും തയ്യാറുള്ള അവർ. ഒരു സർക്കാർ ഓഫീസിലെ കാര്യമാണ് ഈ പറയുന്നത്. അതായത് കാൽഭാഗം 25% ഓഫ് ആളുകൾക്ക് സോളാർ വെക്കാം, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ബാക്കി 75% കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും സോളാർ വെക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഈ അവസ്ഥ ആരാ മാറ്റുക? ഏത് സർക്കാരാണ് മാറ്റുക? ഇപ്പം നിലവിലുള്ള സർക്കാർ മാറ്റുമോ? ഇതിനു മുമ്പ് ഭരിച്ചവർ മാറ്റുമോ? അതോ ഇനി പുതിയൊരു രാഷ്ട്രീയം കൊണ്ടുവരുന്നവരായിരിക്കും ഇത് മാറ്റുക? അങ്ങനെയാണെങ്കിൽ പുതിയൊരു രാഷ്ട്രീയം വരട്ടെ. ആരാണ് ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അവരത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ നിലകൊള്ളുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നവരും ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നവരും മുന്ന് സംസ്ഥാനം ഭരിച്ചവരാരും തന്നെ ജനങ്ങളുടെ മേന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരില്ല. ജനങ്ങൾ പലരും സ്ഥിരമായ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് മാറ്റോ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ ഒരു പാർട്ടിയിലാണെങ്കിൽ അതിൽ മാത്രം ഒരു പാർട്ടി, അതായത് മാറ്റം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് മാറ്റം അനുഭവം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് ബില്ല് എടുക്കുക. 10 കൊല്ലം മുമ്പ് എത്രയാണ്, 20 കൊല്ലം മുമ്പ് എത്രയാണ്, 30 കൊല്ലം മുമ്പ് എത്രയാണ് നോക്കിക്കോ. അങ്ങനെയായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അവരുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഭരണത്തിൽ വരുന്നത്.
നമ്മളിവിടെ ഭരണത്തിൽ വരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് 100% നമ്മുടെ കണക്കുകൾ കാണിച്ചിട്ടുള്ളതാണ്, സർവീസ് കാണിച്ചിട്ടുള്ളതാണ്, നമ്മുടെ രേഖകൾ കാണിച്ചിട്ടുള്ളതാണ്. ഒരു വന നിയമം പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ സർക്കാർ ഉണ്ടാക്കി, പെട്ടെന്ന് അത് പിൻവലിക്കേണ്ടി വന്നില്ലേ? ജനങ്ങൾ എതിർത്തു. അതിന് ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇവിടെ, അദ്ദേഹം വന്നു, അത് എതിർത്തു, അത് പിൻവലിച്ചു. അത്തരം ആളുകൾ വരും സർക്കാരിന് നിയമസഭയിൽ വരുമ്പോഴും സർക്കാർ പിടിച്ചെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഭരണത്തിൽ വരുമ്പോഴും മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകും. മാറ്റമാണ് വേണ്ടത്. മാറ്റമില്ലാത്ത സ്ഥലത്ത് ആവർത്തനം ചെയ്യുന്നവരെ കൂടെ നിന്നിട്ട് കാര്യമില്ല, മാറ്റം ഉണ്ടാക്കണം. ഇത്രയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഞാൻ ഒരു സോളാർ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വെക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചെറുതായിട്ട് കറണ്ട് ബില്ലാണ് വന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി കറണ്ട് ബില്ല് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ കറണ്ട് ബില്ല് കൂടിയതിൻ്റെ പേരിൽ നമുക്ക് എന്തായാലും കുറക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സോളാർ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ സോളാർ ഇങ്ങനെ പദ്ധതി ആഗ്രഹിച്ചത്. കാരണം എൻ്റെ വീടിനോട് ചേർന്നിട്ടാണ് എൻ്റെ ഒരു സ്ഥാപനമുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സോളാർ വെച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് എൻ്റെ സ്ഥാപനത്തിലേക്കും കറണ്ട് ഈ സോളാറിൻ്റെ അതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത്. അപ്പോൾ ഞാനവിടെ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ആ പദ്ധതി ഗവൺമെൻറ് എടുത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ ഒരാൾക്ക് സോളാർ വെക്കുന്ന അവൻ്റെ ആവശ്യത്തിനല്ലേ ഉപയോഗിക്കേണ്ടത്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നമ്മളെ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ജീവിത ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോളാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു ഭാഗത്ത് സാധാരണ വീട്ടുകാർക്ക് മാത്രം ഉപയോഗിക്കാം, അവന് മറ്റുള്ള സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് ആ കറണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് എടുക്കുന്നത്. പക്ഷെ അത് നമ്മൾ അതിനെ ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഒരു 2000 രൂപയോളമാണ് കറണ്ട് ബില്ല് നോർമലി വന്നിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ബില്ലിങ് നോക്കുമ്പോൾ 2000 എന്നുള്ളത് 3000 രൂപയോളമായിട്ടുണ്ട്. അത് എന്താണ്? അപ്പം ഞാൻ വിചാരിച്ചത് ഒരു പക്ഷേ ഞാൻ കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് പേരിലായിരിക്കും. ഞാൻ ചിലപ്പോൾ ഈ വേനലിൽ കൂടുതൽ കറണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും വിചാരിച്ചു. അപ്പോൾ ഞാൻ അടുത്തുള്ള സുഹൃത്തിനോട് ചോദിച്ചു. പക്ഷെ അവനും പറഞ്ഞു എൻ്റെ കറണ്ട് ബില്ല് കൂടി, എനിക്ക് ഉണ്ടായിരുന്ന 1500 ഉണ്ടായിരുന്നു, ഇപ്പോൾ 2000 ആയി. അങ്ങനെ പലവരോടും അന്വേഷിച്ചപ്പോൾ ഈ അവസ്ഥയാണ് അന്വേഷിക്കുന്നത്. നമ്മൾ ഇതുവരെ ഒരു മെസ്സേജോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ കറണ്ട് ബില്ല് കൂട്ടിയിട്ടുണ്ടെന്നോ ഇതുവരെ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടില്ല. പക്ഷേ എല്ലാ ജനങ്ങൾക്കും ഇവിടെ കറണ്ട് ബില്ല് കൂടിയിട്ടുണ്ട്. അതിനെതിരെ ഇതുവരെ ഒരു മനുഷ്യനും പ്രതികരിച്ചിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ഈ ജനങ്ങളുടെ നമ്മളെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഈ ഊറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു KCB ആണോ എന്ന് തോന്നിപ്പോവുക. അത് നമുക്ക് പാടുണ്ടോ? അപ്പം നമ്മൾ പരമാവധി ഇതിനെ എല്ലാവരും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇതിനെതിരെ എല്ലാം ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിന് മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം.